ഉമ്മാനെ നന്നായി നോക്കിട്ടാ. നീ അവിടെ ഇവിടെ ശ്രദ്ധിച്ച് നിൽക്കണ്ട. ഉമ്മാക്ക് ഓർമ്മ കുറവുള്ളതാണ്. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളേ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഉമ്മാനെ നോക്കാൻ. എനിക്കറിയില്ലേ. നീ പൊയ്ക്കുമാനെ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യത്തിൽ പൊയ്ക്കോളി, ഞാൻ നോക്കിക്കോളാം. നീ നോക്കുന്നറിയാ, എന്നാലും പറഞ്ഞെന്ന് മാത്രം. ഈ ലോകത്തെല്ലാം വാങ്ങാൻ കിട്ടും, പക്ഷെ ഉമ്മാനും പാപ്പാനെയാണ് വാങ്ങാൻ കിട്ടാത്തത്. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാ ശരി ഉമ്മ. ശരിട്ടോളെ. എന്നാ ശരിട്ടാ. ശരി. ഇങ്ങനെ ഒരു തള്ളയുള്ളത് കാരണം മകൻ എന്നെ ഒന്നും സ്നേഹിക്കലും കൂടിയില്ല. എപ്പം നോക്കിയാലും ഉമ്മാന്റെ പിന്നാലെ തന്നെ. പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ ഉമ്മാനെ നോക്കണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു മറവി തള്ളിയാണെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോ ചെറിയ കുട്ടികളെ പോലെ നോക്കണം. മോളെ ചായതാ. എന്താണ് വരാത്തത് പറഞ്ഞിട്ട് നോക്കിയിരുന്നു. മിണ്ടിയാൻ വേണ്ടിയ ചായയും വേണം. ചായ കൊടുത്താലോ അപ്പൊ തന്നെ മറക്കും ചെയ്യും കുടിച്ചത്. പിന്നെയും തുടങ്ങും ചായ ചായ. അല്ല, എന്തിനാ ഞാൻ ചായ വെക്കുന്നത്? ഉമ്മ, നിങ്ങൾ ചായ കുടിച്ചല്ലോ നേരത്തെ. തന്നെ ചായ കുടിച്ചില്ലേ? നിങ്ങൾ കുടിച്ചേ. എപ്പോ? മകൻ പോണതിന് മുമ്പിട്ട് കുടിച്ചു. ഈ മറവി കാരണേ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. എന്നാ വേണ്ട. ഇത് കൊള്ളാലോ. എന്ത് പറഞ്ഞാലും അത് മറക്കുകയും ചെയ്യും. അമ്മ, എനിക്ക് ഒരുപാട് പണിയുണ്ടേ. നിങ്ങൾ ഇവിടൊക്കെ ഒന്ന് അടിച്ചു വരുമോ? ഞാൻ അടിച്ചു വരാം. നീ നിന്റെ പണി എന്താ വെച്ചാ നോക്കിക്കോ. ചൂല് കാട്ട്. ഇതാ ഉമ്മ ഇരിക്കണോ? ഇത് മുറിച്ചിട്ടേ ഇതൊന്ന് മുഴുകാനിടിയുമ്മ. ഞാൻ അപ്പോഴേക്കും ഇവിടെയൊക്കെ തുടക്കട്ടെ. കാട്ട്, ഞാൻ മുറിക്കാം. വിശന്നിട്ട് വയ്യ. എന്താ അവള് വിളിക്കാത്തത്? ഷഹാന, ചോറുതാ. ചോറുമ്മ തിന്നല്ലോ. ഞാൻ ചോറ് തിന്നാ. എപ്പോ? ഉമ്മ ചോറ് തിന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ചോറ് തിന്നണത്. പിന്നെന്തെങ്കിലും വിശക്കണ്? ഇങ്ങനെ പട്ടിണി കിടക്കട്ടെ. അപ്പം തന്നെ പെട്ടെന്ന് അസുഖം വരുള്ളൂ. അസുഖം വന്നാൽ പെട്ടെന്ന് മരിക്കുമല്ലോ. അങ്ങനെ ശല്യം ഒഴിയും. ഈ തള്ളനെ ഒഴിവാക്കാൻ എന്താണ് ഒരു വഴി? ആ തള്ള ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇരിക്കായിരുന്നു. എന്താ ഇപ്പം ചെയ്യുക? ഒരു ഐഡിയ ഉണ്ട്. എണീക്ക്, നമുക്കേ സൈനബമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വരി. എന്തിനാണ് ഇപ്പൊ സൈനബാന്റെ വീട്ടിലേക്ക് പോണത്? എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? അതിന്റെ മകളിലേ ചെക്കൻ വീട്ടുകാരിന്ന് കാണാൻ വരുന്നുണ്ട്. പെണ്ണ് കാണാനേ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. എന്നാ പോകാം. ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റട്ടെ. അതൊന്നും മാറ്റണ്ട, അതൊക്കെ മതി. വരി, പോവാ. ഇത് മതിയാ? അതൊക്കെ മതി. നന്നായിട്ടുണ്ട്. വരി.
ഇനിയിപ്പോ സാരിയൊക്കെ മാറ്റാൻ നിൽക്കുമ്പോഴത്തേനും മാമൻ വന്നല്ലോ. വരും, വേഗം പോവുക. വരി. ആ വരി. ഉമ്മത്തിരി സ്പീഡിൽ നടക്കുമ്മ. എനിക്ക് കാല് കടയണ മോളെ. വേഗം നടക്കി. ഉമ്മക്ക് നടക്കാൻ വയ്യ തോന്നുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളിട്ടോളേ, എവിടേക്കും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ആ ശരി. സമാധാനമായി പോയല്ലോ. എന്തായാലും ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തിരിച്ചു വരാനൊന്നും പോണില്ല. ഇക്ക വരുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറ്റട്ടെ. എവിടെ? ഷഹന, ഉമ്മ എവിടെ? ഉമ്മ അവിടെ ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് അവിടെ പോണ്? ഇല്ല, അവിടെ ഇല്ല. നേരെ നോക്കി നിങ്ങള്. ഉമ്മ എവിടെ? ഉമ്മനെ കാണാനില്ലല്ലോ. കാണാനില്ലേ? നിങ്ങൾ നേരെ നോക്കിയാ? ഞാൻ എല്ലാവരെയും നോക്കി, ഇവിടെ ഒന്നും ഇല്ല ഉമ്മ. എവിടെ നേട്ടി ഉമ്മാനെ? ഞാനുമ്മാനെ തെരഞ്ഞോട് നടക്കുന്ന സലാം ഖാൻ ഫോൺ വിളിക്കണു. സലാം ഖാന്റെ അടുത്ത് ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കൂട്ടിയിട്ട് വന്നു. ഉമ്മാനെ കണ്ടിട്ട് സലാമക്ക് പിടിച്ചു വെച്ചിരിക്കുന്നു. എന്നെ വിളിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ തെരയേണ്ടി വന്നിട്ടുണ്ടാവും. എന്താ അമ്മ ഇങ്ങനെ? എന്റെ കണ്ണൊന്ന് പെട്ടുമ്പോഴത്തേനും നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോവാണ്. എനിക്ക് എപ്പോഴും ഉമ്മാനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുള്ളതല്ലേ. എന്തുമാത്രം വിഷമിച്ചെന്നറിയോ ഞാന്. വരി. നിന്നെ പോലെ ഒരു ഭാര്യനെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ഉമ്മാനെ നന്നായി നോക്കണ്ടല്ലോ. വരി ഉമ്മ. ഉമ്മ എന്താന്ന് അങ്ങനെ വെറുതെ കിടക്കണത്? ഇത്തിരി മുമ്പറത്തൊക്കെ പോയി ഇരുന്നൂടെ ഉമ്മക്ക്? വയ്യട മാനെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ക്ഷീണോ? ഉമ്മ വെറുതെ തന്നെയല്ലേ ഈ വീട്ടിലിരിക്കുന്നത്? അവളല്ലേ എല്ലാ പണിയും ചെയ്യുന്നത്, പിന്നെ ഉമ്മക്ക് എങ്ങനെയാണ് ക്ഷീണം? അതൊക്കെ ശരി തന്നെ, എന്നാലും എന്താണെന്ന് അറിയില്ല, വയ്യ. തീരെ വയ്യേ? എന്നാ പിന്നെ ഡോക്ടറെ അടുത്ത് പോയാലോ? എന്നാ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാം. എന്നാ പിന്നെ വരി, പോവാ. വരി. എന്ത് പറഞ്ഞു ഡോക്ടർ? ഉമ്മക്ക് വൈറ്റമിൻ കുറവുണ്ട് എന്ന് പറഞ്ഞു.
റെസ്റ്റ് വേണം നന്നായിട്ട് എന്ന് പറഞ്ഞു, പണിയൊന്നും എടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി എത്ര ഡോക്ടർ പറയണു. ഡോക്ടർക്ക് എന്താ പറ്റുണ്ടാ? ഡോക്ടർ പറയുന്ന കേട്ടത്തോന്ന് നമ്മളത്തെ ഉമ്മാനെ പട്ടിണി കിട്ടിട്ട് ഈ വീട്ടിലത്തെ പണികളൊക്കെ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണ പോലെയാണല്ലോ. ഇനി നിങ്ങൾ ആ ഡോക്ടറെ അടുത്തേക്ക് പോണ്ട. അതാണ് ഞാനും ആലോചിക്കണതേ. ഉമ്മ പോയി കടന്നോളൂ. ഇത് കഴിക്കുമ്മ, വൈറ്റമിൻ കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ അമ്മ ഭക്ഷണമൊക്കെ നേരത്തിന് കഴിച്ചുകൂടെ? ഇപ്പൊ നോക്ക്, വയ്യാണ്ടായി കഴിഞ്ഞില്ലേ. ഇതാ ഇത് കഴിക്കും. ഇതാ എന്നാലും ഡോക്ടർ ഇങ്ങനെ വെറുതെ പറയുമോ? 2 ദിവസമായി ഉമ്മ ഫുഡ് കഴിച്ചിട്ട് എന്ന് പറയുന്നത്? ഒന്നുമില്ലാണ്ട് ഡോക്ടർ അങ്ങനെ പറയുമോ? എന്താണാവോ? കഴിക്കുമ്മ. അമ്മായി പറയും. മുജീബേ, ഉമ്മാക്ക് എങ്ങനെ ഉണ്ട്? ഇപ്പൊ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. ഷഹാൻ ഉമ്മാനെയും കൂട്ടിയിട്ട് പോണ കണ്ടല്ലോ 2 ദിവസം മുമ്പ്. ഉമ്മാനെയും കൊണ്ടോ? ഷഹാനിയോ? എപ്പോ? എന്നെ അവള് കണ്ടൊന്നുമില്ല. ഞാൻ ഓട്ടോയിൽ പാസ് ചെയ്യുകയായിരുന്നേ, അപ്പോഴാണ് കണ്ടത്. സംസാരിക്കാനൊന്നും പറ്റിയില്ല, എവിടേക്കാണെന്ന് ചോദിക്കാനും പറ്റിയില്ല. തന്നെ? ശരി ശരി. ഉമ്മാനെയും കൊണ്ട് ഇപ്പോൾ എവിടേക്ക് പോയി? എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ലല്ലോ അവള്. എന്താ അവിടെ നടക്കണത്? ഉമ്മാക്കാണെങ്കിൽ ഓർമ്മക്കുറവല്ലേ, എൻ്റെ അടുത്തൊന്നും പറഞ്ഞു തരാനും ആകില്ല. ഞാനിവിടെ ഉമ്മാനെ കുറേ തരണല്ലോ. ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കുമോ ഇവൾ ഉമ്മാനെയും കൊണ്ട് പോയത്. ഉമ്മാനെ എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് വന്നതായിരിക്കും ഇവള്. ഡോക്ടർ പറയുന്നു 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. കണ്ടുപിടിക്കണം, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട് ഈ വീട്ടിൽ. ഷഹാന, ഞാൻ പോട്ടെ എന്ന്. ശരി. ഉമ്മാനെ നേരെ നോക്കിട്ട് നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കും, മരുന്നും കൊടുക്കും. ശരി എന്നാ. ഇനിയിപ്പോ എന്തിനു ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നു? എന്തായാലും ഇക്ക പോയല്ലോ, ഉമ്മാനെ കൊണ്ട് കഴിപ്പിക്കാം. ഉമ്മ മതി ഉറങ്ങിയത്, ഒന്ന് എണീക്ക്. അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടേ, അതൊക്കെ ഒന്ന് കഴുകി. നിങ്ങൾ പാത്രങ്ങൾ കഴുകുമ്പത്തിനേ എനിക്ക് കുറച്ച് തിരുമാനുണ്ടേ, അതൊക്കെ ഞാൻ തിരുമ്പട്ടെ. നല്ല സുഖം, ഒരു പണിയും ചെയ്യണ്ട എനിക്ക്. മൂപ്പര് പോയി കഴിഞ്ഞാൽ ഉമ്മ ചെയ്തോളൂ എല്ലാ പണി ഈ വീട്ടിൽ. ഇനി TV കാണാം കുറച്ച് നേരം. ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട, ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കും. ഇക്കാക്ക് എന്തായാലും വൈകുന്നേരം ചപ്പാത്തി മതി, ഫ്രൈഡ് റൈസ്. എത്ര പെട്ടെന്ന് വന്നാ? മോളെ, എനിക്കെന്താ എന്തെങ്കിലും കഴിക്കാൻ? ഉമ്മ കഴിച്ചല്ലോ, അപ്പോഴേക്ക് മറന്നാ? കഴിച്ചാ? പക്ഷെ കഴിച്ച പോലെ എനിക്ക് തോന്നണില്ലല്ലോ, വല്ലാതെ വിശപ്പ്. ശരി, ഗുളികതാ കഴിക്കട്ടെ. ഗുളികയും കഴിച്ചു. ഇനി വെറുതെ ഗുളിക കഴിക്കാൻ നിന്നാലേ വേറെ എന്തെങ്കിലും അസുഖം വരും.
എനിക്കും അറിയാമല്ലോ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണതെന്ന്. ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഉമ്മക്ക് നല്ല ക്ഷീണമുണ്ട്, പണിയൊന്നും ചെയ്യിപ്പിക്കേണ്ടെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഡോക്ടർ എന്ന്. 2 ദിവസമായി ഉമ്മ പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞപ്പോഴും കാര്യം മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി നേരിട്ട്. ഞാൻ എന്റെ അമ്മയെ നിന്റെ അടുത്ത് ആക്കിയിട്ട് പോണതേ നിന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്. എന്തിനു വേണ്ടിയാണ് നീ എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് പിന്നെ എപ്പോ നോക്കിയാലും ഉമ്മ 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 കേട്ട് കേട്ട് മടുത്തു എനിക്ക്. എന്നോട് ഒരു സ്നേഹമില്ല നിങ്ങക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്താണ്ട് നീ പറഞ്ഞത്? എനിക്ക് എന്റെ ഉമ്മ മതിയടി, പോടിയ വീട്ടിന്ന്. എനിക്ക് ഉമ്മ കഴിച്ചിട്ടേ ഉള്ളൂ, വേറെ എന്തോ. ഞാൻ പോവല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. തള്ളി മകൻ ഇരുന്നോ. എന്തിനാ മാനെ നീ അവളെ തല്ലണത്? ഉമ്മാന്നും മിണ്ടാണ്ടിരിക്കെ. ഉമ്മാനോട് ഇവിടെ എന്തൊക്കെയാ ചെയ്തെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയില്ലാന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് നിങ്ങൾക്ക് ആഹാരം തന്നിട്ടില്ല അവള്. ഈ വീട്ടിൽ പണിയൊക്കെ നായയെ പോലെ അടുപ്പിക്കുന്നവള്. ഞാൻ കണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ മനസ്സിലായത്. ഇല്ലാതിരുന്നെങ്കിലോ? ഇപ്പൊ നീ തല്ലിയത് കൊണ്ടല്ലേ അവള് പോണത്. അവള് പോട്ടെ, ബാക്കിയുള്ളവർക്ക് ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. ഉമ്മ ഇരിക്കുമ്മ, ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് വരാം. വരിമ്മ കഴിക്കി. കുറച്ചും കൂടി ഇടി. വെള്ളം